السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بالله أما بعد. നമ്മൾ സ്ഥലങ്ങളാണ് ഏകദേശമൊക്കെ പറഞ്ഞ് വിവരിച്ചത്. എന്നാൽ രോഗികളെ നമുക്ക് സംസ്കരിക്കുന്ന കാര്യം കഴിവിന്റെ പരമാവധി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയുണ്ടായി. പിന്നെ എന്നാൽ 131 കിലോമീറ്റർ ഷോർട്ട് റൂട്ടും നീണ്ടുണ്ട്. ചില വഴിയിലൂടെ പോയാൽ, ചില ഹൈവേ റോഡിൽ പോയാൽ ഇത്തരത്ത് വയ്ക്ക് പോയാൽ 100 കിലോമീറ്ററേ ഉള്ളൂ. അപ്പത്തെ വഴി നീണ്ട വളഞ്ഞ വഴിക്ക് പോയാൽ 131 കിലോമീറ്റർ ഉണ്ട്. അല്ലെങ്കിൽ യാത്രയുടെ ദൂരം എത്തൂല. അപ്പൊ ആ നീണ്ട വഴി പോയാൽ ജമ്മു കസറാക്കാൻ പറ്റുമോ? ഇല്ലേ. ഒരു വഴിയിലൂടെ പോയാൽ യാത്രയുടെ ദൂരം എത്തൂല. ആ പോകുന്നതിൽ കസറിന്റെ വാക്കിൽ മാത്രം ഉദ്ദേശം പറ്റൂല. നമുക്ക് നിസ്കാരമൊക്കെ നിൽക്കാനായിട്ട് ലഭിക്കണം. പക്ഷെ ആ വഴിക്ക് പോകുന്നതിൽ വയ്ക്കുന്ന ഒരാളെ കാണാനുണ്ട്. എനിക്ക് റോഡ് നല്ലതാണെന്നുണ്ടാവുള്ളൂ. എളുപ്പമുള്ള വഴിയുണ്ട്. ആ റോഡൊന്നും കൊണ്ടും കുഴിയാണ്. ഇപ്പുറത്തെ വഴി ആ റോഡ് സുഖമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട്, ഹലാലായ ഉദ്ദേശം ഉണ്ടെങ്കിൽ ചെറിയ വഴി വെച്ചിട്ടുണ്ട് വലിയ വഴി പ്രവേശിച്ചാലും നിസ്കാരം ജമ്മും കസറും ആക്കുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ യാത്ര മുറിയുന്ന കാര്യങ്ങൾ 1-2 വിഷയം അതും കൂടി പറഞ്ഞാൽ ഈ വിഷയം തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ നിസ്കാരം ഒരാൾ യാത്ര തുടങ്ങിയാൽ യാത്ര അവസാനിക്കൽ എന്തുകൊണ്ടാ? സ്വദേശത്തേക്ക് തിരിച്ചെത്തിയാൽ യാത്ര തീർന്നു. ഇവിടുന്ന് നമ്മൾ നാട്ടിൽ സിയാർത്ത് യാത്ര പോയി നാട്ടിലെത്തിയ യാത്ര തീർന്നു. എവിടെ എത്തണം? ഇങ്ങനെ പോകുമ്പോൾ എവിടുന്ന നിസ്കാരം മനസ്സിലാക്കാൻ തുടങ്ങിയത് ആ സ്ഥലം, അതായത് നമ്മളെ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നാട്ടിൻ്റെ അതിര് വിട്ട് കിടന്നാൽ ആടെ നിന്ന് അങ്ങോട്ട് നിസ്കാരം മനസ്സിലാക്കാൻ തുടങ്ങാം. നമ്മളെ നാട്ടെ പഴയ അപ്പുറം കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത ഒരു ബജാറുണ്ടോ നമ്മുടെ നാടും വീടും അപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജമ്മു കസറിലാക്കാം. അത് തിരിച്ചു വരുന്നു വന്നാലും അങ്ങനെ തന്നെ. നമ്മുടെ നാട്ടിലെത്തി നമ്മൾ മഹല്ല് വലിയ 5-6 കിലോമീറ്റർ അതിൻ്റെ അങ്ങേ സ്ഥലത്ത് എത്തി. ഒരു മഹല്ല ഒരു നാടായിട്ടാണ് കൂടുന്നത്. നാപ്പള്ളിയിൽ ജമ്മു കസറില്ല. നമ്മുടെ നാട്ടിൽ കടക്കലോട് കൂടി യാത്ര ചെയ്യും. ഇത് നമ്മുടെ നാടാ. ഗൾഫിൽ പോയാൽ താമസിക്കുന്ന ഗല്ലി, ബോംബെയിലാണെങ്കിൽ ഏത് ഗല്ലിയിലാണ് ഓരോ സ്ഥലത്ത് ഓരോ വലിയ വലിയ ടൗണുകൾക്ക് ഓരോ പേരുണ്ടാവും. അവിടെ വലിയ വലിയ ടൗൺ ആകുമ്പം ബോംബെയിൽ തന്നെ എത്ര കിലോമീറ്റർ ഉണ്ട് ബോംബെ ടൗണ്? കൽക്കത്ത എത്ര കിലോമീറ്റർ ഉണ്ട്? നമ്മുടെ കണ്ണൂർ ടൗൺ എന്ന് വെച്ചാൽ എത്രയുണ്ട്? ഏതെല്ലാം തുടങ്ങി പുതിയ അങ്ങോട്ട് തെച്ചു കണ്ണൂർ തന്നെ പറയാം. അപ്പൊ ആടെ ബസ്സിന്റെ ടിക്കറ്റ് എല്ലാം ആൾക്കാർക്ക് നമ്മളാ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ഓരോ സ്ഥലത്ത് ഓരോ പേരുണ്ടാവും. നമ്മളാ താമസിക്കുന്ന ആ ഗല്ലി കൊണ്ട് യാത്ര ചെയ്യും. അപ്പൊ നമ്മൾ എവിടത്തേക്കാ യാത്ര പോകാൻ ഉദ്ദേശിച്ചത്? ബോംബെയിലേക്ക് പോയാൽ കല്യാണി എന്ന് പറഞ്ഞ സ്റ്റേഷൻ ബോംബെയിലാ. കല്യാണി എത്തലുകൊണ്ട് നമ്മൾ യാത്ര പോകില്ല. ബോംബെയിലേക്ക് കണ്ണൂർക്കാരൻ പോകുമ്പോ കല്യാണി സ്റ്റേഷൻ ബോംബെയിൽ പെട്ടതാന്ന് പറയും. നാടെ എത്തിനോണ്ട് യാത്രയില്ല. അവിടെ ഡോങ്കരി മറ്റേ പല പേരുണ്ട് അറിയപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ. അപ്പൊ ഓൻ താമസിക്കുന്ന പ്രദേശം ആ ഗ്രാമം അവിടെ എത്തലുകൊണ്ട് അത് ആ നാട്ടിലതിലെത്തിയ യാത്ര തീരും. മടങ്ങി വരുന്ന സ്വന്തം നാട്ടിൽ അതിലെത്തിയാൽ യാത്ര തീരും. പിന്നെ ജമ്മു കസറും ഒന്നും ഇല്ല. മറിച്ച് യാത്ര മുറിക്കാൻ കരുതി, ഉദാഹരണമായിട്ട് യാത്ര പല സൈസ് യാത്രയിൽ ഇപ്പൊ റിസീവർ പിരിവുകാരാകും ഇങ്ങനെ പിരിക്കാൻ കണ്ടു. കോഴിക്കോട് എത്തിയപ്പോൾ എന്റെ സ്ഥലമൊന്നും ഉദ്ദേശമില്ല. മലപ്പുറം വരെ പോകാൻ ഉദ്ദേശമുണ്ട്, പാലക്കാട് വരെ പോകാൻ ഉദ്ദേശമുണ്ട്. അപ്പോൾ എനിക്ക് യാത്ര പറ്റും. കോഴിക്കോട് എത്തിയപ്പോൾ ഇവിടെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് പോകും. അവിടെ നമുക്ക് കുറെ പരിചയക്കാരുണ്ട് പല സ്ഥലത്ത്. കോഴിക്കോട് ടൗണിന്റെ പരിസരത്തുള്ള പള്ളികളുണ്ട്. നമ്മളെ പരിചയക്കാർ കുറെ ഉണ്ട്. വീട് നേരായാലും ഇന്ന് വ്യാഴാഴ്ച വരുന്ന വെള്ളിയാഴ്ച ജന്മമായിട്ട് പോകാന്ന് കരുതിയാലോ എന്നാവുന്ന യാത്ര തീർന്നു. അപ്പൊ കണ്ണൂർക്കാരൻ കോഴിക്കോട് എത്തിയാൽ എനിക്ക് കോഴിക്കോട് എത്തുന്നവരെ വയ്ക്കുന്ന ജമ്മു കസറിലാക്കാം. കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് 130 കിലോമീറ്റർ ഇല്ല. പക്ഷെ അവൻ പുറപ്പെട്ട പാലക്കാടേക്കാണെങ്കിൽ കണ്ണൂര് ഇറങ്ങി എന്തോന്നുണ്ട് പരിചയക്കാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നിൽക്കാമോ, ഞാൻ കുറച്ച് പൈസ അയച്ചതാണോ കോളേജിൽ പഠിക്കുമെന്ന് പറഞ്ഞാല് ആടെ ഒരു 5 ദിവസം താമസിക്കാൻ കരുതിയാൽ യാത്ര കരുതി. എന്നുവെച്ചാൽ യാത്രന്റെ സ്ഥലയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് 4 ദിവസത്തിൽ കൂടുതൽ താമസിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് യാത്ര പുറപ്പെടുന്ന തന്നെ ഉദ്ദേശമുണ്ടോ? കണ്ണൂരിൽ നിന്ന് പാലക്കാടേക്ക് ബോംബെയിലേക്ക് പുറപ്പെടുന്ന അവസരത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. കോഴിക്കോട് നിന്ന് വരുന്ന ആഴ്ച കൂടും. എന്നാൽ തുടക്കം തന്നെ യാത്ര പറ്റൂല. കാരണം അവൻ്റെ യാത്ര കോഴിക്കോടേക്കൊന്നും 131 കിലോമീറ്റർ ഇല്ല. അവൻ പാലക്കാടേക്കോ ബോംബെയിലേക്കോ യാത്ര പോകുന്നത്. പക്ഷെ കോഴിക്കോട് എത്തിയപ്പോൾ അവിടെ പരിചയക്കാരാര കണ്ടപ്പോൾ കുറച്ച് അവിടെ താമസിക്കാൻ കരുതി. എത്ര 4 ദിവസം പൂർണ്ണമായ 4 ദിവസം ഒരു സ്ഥലത്ത് താമസിക്കാൻ കരുതിയ യാത്ര തീർന്നു. അത് നിസ്കരിക്കാൻ കൈകെട്ടിയെടുത്തും കരുതില്ലേ. നമ്മളതിന് മനസ്സിൽ എന്തെല്ലാം ചിന്ത വരുത്തുണ്ടപ്പാ.
രണ്ടരക്കാലത്ത് ഞാൻ കസറായ ബുഹാസൻ രണ്ടരക്കാലത്ത് കസറായി നിസ്കരിക്കുന്നു. ഇയാക്കൻ അഴുതു ഇയാക്കൻ അസ്തൈൻ പറഞ്ഞപ്പാ ഇവിടെ കുറച്ച് വലിയക്കാരൻ്റെ ഓർമ്മ വന്ന് ഇവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞ് പോകാന്ന് കരുതി. നമസ്കാരം 4-2 നിസ്കരിക്കാൻ അസ് 2 പറ്റില്ല, 4 പൂർത്തിയാക്കണം, യാത്ര തീർന്നു. അപ്പൊ വഴിക്ക് വെച്ച് യാത്ര മുറിക്കുന്നു കരുതി. എന്തോ ആട്ടെ, ഞാൻ ഇവിടെ നിൽക്കുന്ന പോകുന്നില്ല, എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോന്നു എന്ന് കരുതിയാൽ ആ നാട്ടിൽ നിന്ന് അവിടം വരെ എത്തുന്ന സ്ഥലം 131 കിലോമീറ്റർ യാത്ര അവിടെ തീർന്ന് അവിടെ നിന്ന് ഇനി പുതിയ യാത്ര പോകണം. അപ്പൊ ചുരുക്കത്തിൽ ഗൾഫിലേക്കോ വിദേശ രാഷ്ട്രങ്ങളിലേക്കോ 500, 600, 300, 400 കിലോമീറ്ററുള്ള സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടാൽ നാടിൻ്റെ അതിര് വിട്ട് കടന്നാൽ ഏത് പ്രദേശത്തേക്കാണോ നമ്മൾ പോകുന്നത് ആ പ്രദേശത്തിൻ്റെ അതിൽ കടക്കുന്നവരെ നിസ്കാരം 2 നിസ്കരിക്കാം, ജമാക്കാം, നോമ്പൊഴിക്കാം. വഴിയിലെവിടെയെങ്കിലും ഇറങ്ങിയിട്ട് ഞാൻ ഇവിടുന്ന് യാത്ര നിർത്തുക, ഇവിടെ തന്നെ ഇവിടുന്ന് 10 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ, 10 വേണ്ട 4 ദിവസം കഴിഞ്ഞേ പോകുന്നു കരുതിയാലോ. എന്നാൽ ആ താമസിക്കുന്ന കാലത്ത് അവിടുന്ന് ജമ്മു കശ്മീരൊന്നും നിസ്കാരം നോമ്പ് മുറിക്കാൻ പറ്റില്ല. പഴയ കാലത്ത് ഹജ്ജ് കപ്പലിന് പോകുന്ന ബോംബെ പോയ ഒരാഴ്ച താമസിക്കുന്നുണ്ട്. ആ കപ്പലിന് ഹജ്ജിന് പോകുന്ന കാലത്ത് ബോംബെയിൽ പോയാലേ മുസാഫിർകാരിൽ ഒരാഴ്ച താമസിക്കും. അവിടെ എത്തിക്കാൻ പറയാം എന്ന 8-ാം തീയതി 15-ാം തീയതി കപ്പലുള്ളൂ. ആടാ പിന്നെ അവിടെ ബോംബെ മുസാഫിർ തന്നെ ചോറ് വെച്ചിരുന്നൂടാ. അറിയാതല്ലേ യാത്രക്കാരൻ്റെ റമദാൻ മാസം ഹജ്ജിന് കപ്പലിന് ഒക്കെ നിന്ന് അവിടെ ചോറ് വെച്ചൂടാ, നമ്മളെടുക്കാൻ പറ്റൂല, യാത്ര തീർന്ന് ജമാസ്കരിച്ചൂടാ. അപ്പൊ യാത്ര ഉദ്ദേശിച്ച ഒരാള് വഴിയിൽ എവിടെയെങ്കിലും 4 അതിൽ കൂടുതലോ ദിവസം താമസിക്കാമെന്ന് കരുതുകൊണ്ട് അത് എത്തിയെത്തുന്ന കരുതെങ്കിൽ ഓന്റെ യാത്ര അന്നേരം തന്നെ മുറിഞ്ഞ് ഇങ്ങനെ പുറപ്പെടുന്ന തന്നെ കരുതെങ്കിലോ ആടെ എത്തൽ കൊണ്ട് യാത്ര മുറിഞ്ഞ്. ഇത് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. വഴിയിൽ വെച്ച് എവിടെയെങ്കിലും പൂർണ്ണമായ 4 ദിവസം താമസിക്കാം എന്ന് കരുതിയ അപ്പം യാത്ര പറഞ്ഞ് നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഇന്ന സ്ഥലത്ത് എനിക്ക് 4 ദിവസം താമസം ഉണ്ടെന്ന് കരുതിയ ഉദാഹരണം കണ്ണൂർക്കാരൻ കോഴിക്കോട് ബോംബെയിലേക്ക് പോകും, കോഴിക്കോട് 4 ദിവസം കഴിഞ്ഞേ പോകുന്നു കരുതിയാൽ ഇന്ന് കോഴിക്കോട് എത്തുന്നവരെയും കസ്റ്റർ പറ്റില്ല, കാരണം അവൻ്റെ യാത്രയല്ല. പിന്നെ ആടെ നിന്ന് കോഴിക്കോട് ടൗൺ ഗൾഫിലേക്ക് വന്നു, അത് ബോംബെയിലേക്ക് വന്നു ട്രെയിനിന്. അവിടെ നിന്ന് 131 കിലോമീറ്റർ ഉണ്ടല്ലോ, അവിടെ നിന്ന് പുതുതായി തുടങ്ങുന്ന യാത്ര 131 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അവിടെ നിന്നോട്ട് പുതിയ യാത്ര. മറിച്ച് നമ്മ ഒരു യാത്ര പുറപ്പെട്ടു, അവിടെ കുറച്ചെന്തോ താമസമുണ്ട്, ആവശ്യം പൂർത്തിയായ ഉടനെ പോകാം. നമുക്ക് പണ്ട് മുമ്പ് കാലത്ത് ഗൾഫുകാരെല്ലാം ബോംബെ പോയാൽ ആടെയാണ് എല്ലാ മെഡിക്കലും ഒന്നും ടിക്കറ്റൊക്കെ ശരിയാക്കി അത് എത്ര കൊണ്ട് ശരിയാക്കി ചിലപ്പോൾ 3 ദിവസം ചിലപ്പോൾ 4 ദിവസം ഇങ്ങനെ താമസിക്കേണ്ടി വരും. നമ്മൾ ബോംബെയിലേക്ക് പോയി ബോംബെയിൽ നിന്ന് ഒരു പൈസ കിട്ടാനുണ്ട്, അത് പോയാൽ ആ കിട്ടിയാൽ പോകണം. അപ്പൊ ഇത്ര ദിവസം താമസിക്കുന്നത് കരുതിയിട്ടില്ല, ആടെ എത്തി പോയി കണ്ടില്ല, പിറ്റേന്നും കണ്ടില്ല, പിറ്റേന്നും കണ്ടില്ല, ഒന്നും കാണുന്നില്ല. എന്നാൽ 4 ദിവസം വരെ എത്തിയാൽ പിന്നെ യാത്ര പൊളിയും. അതേ സമയത്ത് പൈസ കണ്ടപാട് പോണം, കിട്ടിയപാട് എന്നുദ്ദേശമാണെങ്കിൽ 18 ദിവസം വരെ യാത്ര മനസ്സിലാക്കാം. നമുക്ക് ഒരു സ്ഥലത്ത് നേരത്തെ പറഞ്ഞത് ഞാൻ യാത്രയുടെ 10 ദിവസം താമസിക്കുന്നു, 5 ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നു കരുതിയാൽ അപ്പം തന്നെ യാത്ര പോയി. ഇനി അങ്ങനെയല്ല, ബോംബെയിൽ ഇറങ്ങി അവിടുന്ന് മെഡിക്കൽ പാസ്പോർട്ട് ശരിയാക്കാറുണ്ട്, മെഡിക്കൽ ശരിയാക്കാറുണ്ട്. അവിടെ എത്തിയോക്കുമ്പോൾ ശനിയാഴ്ച എത്തിയത്, ഞായറാഴ്ച ലീവാ, ഓഫീസ് ലീവാ, പിറ്റേന്ന് എന്തോ ബന്ദ്, അതൊന്നുമില്ല. അതിന്റെ പിറ്റേന്ന് വേറെന്തോ ബന്ദ്. ഇങ്ങനെ പിറ്റേന്ന് പോയപ്പോൾ ഓഫീസ് പോകുമ്പോൾ ക്ലാസ് ശരിയായില്ല, ഇങ്ങനെ നീണ്ട് ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, ഇന്ന് ചെയ്യാം, നാളെ ശരിയാവും. അതുപോലെ നമുക്കൊരു പൈസ കിട്ടാനുണ്ട്, തരാറോ നാളെ തരാം, പിറ്റേ നാളെ കണ്ടില്ല, ഇന്ന് നാളെ നീണ്ട് പോകുന്നു. നമ്മൾ ആവശ്യം കഴിഞ്ഞ ഉടനെ പോകണം എന്ന പ്രതീക്ഷയോടെ നിൽക്കുകയാണെങ്കിൽ 18 ദിവസം വരെ യാത്രക്കാരൻ്റെ വിധി വരെയാണ് നിസ്കാരം ജമ്മു കശ്മീർ ആക്കി നിസ്കരിക്കുകയും നോമ്പഴിക്കാനും പറ്റുന്നതാണ്. അതുപോലെ യാത്ര നാട്ടിലെത്തൽ കൊണ്ടും യാത്ര പോകും, അത് യാത്ര തന്നെയാണെങ്കിലും ശരി. ഉദാഹരണമായിട്ട് ഇവൻ കോയമ്പത്തൂരേക്ക് പുറപ്പെട്ടു യാത്ര, അവിടെ നിന്ന് മദ്രാസിൽ പോയി അവിടുന്ന് പ്ലെയിനിൽ ഡൽഹിക്ക് പോകാൻ ഉദ്ദേശിച്ചു. എന്തോ കാരണവശാൽ യാത്ര തിരിക്കേണ്ടി വന്ന് കോയമ്പത്തൂർ തിരിച്ച് കണ്ണൂർ ടൗണുകാരനാണെന്ന് ഉദ്ദേശിക്കും. നമ്മുടെ ഉൾപ്രദേശത്തല്ലേ, നമ്മുടെ നാടല്ലല്ലോ. കണ്ണൂർ ശരിയായ ടൗണാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരെയുള്ള നിർത്തലാണ്. ഓൻ മംഗലാപുരത്തേക്ക് പോയിട്ട് മംഗലാപുരത്ത് പ്ലെയിൻ കയറാൻ ഉദ്ദേശിച്ചു. എന്നാൽ കോയമ്പത്തൂരിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് തിരിച്ച് കണ്ണൂർ എത്തിയാൽ അവിടത്തേക്ക് കൊണ്ട് യാത്ര കഴിഞ്ഞു, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പിന്നെ അവിടുന്ന് മംഗലാപുരത്തേക്ക് 130 കിലോമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര തുടരാൻ പറ്റുള്ളൂ. സ്വന്തം നാട്ടിൽ എത്തൽ കൊണ്ട് യാത്ര ചെയ്യും.
ഇത് ട്രെയിൻ യാത്രക്കാർക്ക് അവയെ മനസ്സിലാക്കുന്നത്. ബസ് അങ്ങനെ ഓടില്ല. അപ്പോൾ കോയമ്പത്തൂർ നമ്മൾ മദ്രാസിൽ പോയിട്ട് അല്ലെങ്കിൽ ബോംബെയിൽ പോയിട്ട് ഗൾഫിലേക്ക് കിടക്കാൻ ഉദ്ദേശിച്ചാണ് എന്തോ ഗതികേട് യാത്ര മങ്ങാവത്തേക്ക് തിരിക്കേണ്ടി വന്നു. അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വശത്ത് വീടുള്ള ഒരാളാണെങ്കിൽ വണ്ടിയിൽ സ്വന്തം നാട്ടിലെത്തി. അപ്പോൾ നിന്റെ യാത്ര കഴിഞ്ഞ് ഇനി അവിടുന്ന് മങ്ങാവത്തേക്ക് 150 കിലോമീറ്റർ ഉണ്ടോ? ഉണ്ടെങ്കിൽ യാത്ര തുടങ്ങാം. ഇല്ല അപ്പുറത്തേക്ക് കിലോമീറ്റർ ഇല്ലേ? എന്നാൽ എനിക്ക് യാത്രക്കാരൻ്റെ ഒരു ഹുക്കും ഇല്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ. അസ്സലാമു അലൈക്കും.